ഹലോ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ന്യൂ ഇയർ ആയിട്ട് നമുക്കൊന്ന് മുന്തിരി വൈനാക്കിയാലോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ആക്കാൻ പോകുന്നത്. കുക്കറിൽ ഞാൻ കഴുകി വൃത്തിയാക്കിയ മുന്തിരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ 1.25 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 ഗ്രാമ്പു, അതേപോലെ ഒരു 3 ഏലയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയായിരിക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയേ വേണ്ടൂ. പിന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒന്ന് അലിയാനാണ്. ഏതായാലും കുക്ക് ചെയ്യുമ്പോൾ അത് അലിഞ്ഞ് വരും, എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് ഇത് ജസ്റ്റ് ഒരു വിസിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തുറന്ന് നോക്കിയാൽ കാണാം, ഇത് മുന്തിരിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തവി വെച്ചൊന്ന് കുറച്ച് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂടാറാൻ വെക്കണം. ഇത് നന്നായി തണുത്ത് കഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് മിക്സാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ഡേ ഇതേ സമയമാകുമ്പോൾ നമ്മളിത് ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ നന്നായി ഫെർമെൻ്റ് ആയിട്ട് കാണാം. ഇത് വെള്ളമൊന്നും ഇല്ലാത്ത ഒരു വുഡൻ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് തവിയായാലും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ വെള്ളത്തിൻ്റെ അംശമില്ലാത്തൊരു തവി എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഗ്രേപ്സൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇതുപോലെ നമ്മൾ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതേ ടൈമിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഞാൻ 3 ഡേയ്സും ചെയ്യുന്നുണ്ട്. ഇത് 3rd ഡേൻ്റെ ക്ലിപ്പിംഗ് ആണ്. 2nd ഡേ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതാ നമ്മുടെ വൈൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മളിത് ഫിൽറ്റർ ചെയ്തെടുക്കുക വേണ്ട. 3rd ഡേ ആണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ 2nd ഡേൻ്റെ ക്ലിപ്പിംഗ് ഇട്ടിട്ടില്ല. ഇനി നമ്മൾ ഇത് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഫിൽറ്റർ ചെയ്തെടുക്കുക. അരിപ്പയും എടുക്കുന്ന പാത്രമൊക്കെ ഉണങ്ങിയതായിരിക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശം തീർത്തും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഫിൽറ്റർ ചെയ്തെടുത്താൽ നമ്മളെ വൈൻ റെഡിയാണ്. നല്ല ടേസ്റ്റി വൈനാണ്, നല്ല മണമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക്